വിജയം തുടരാൻ ലാലേട്ടൻ നായകനായിട്ടെത്തുന്ന തുടരും എന്ന് പറയുന്ന സിനിമ നാളെ തിയേറ്ററിലോട്ട് എത്താൻ പോകുമ്പോൾ ഇപ്പോഴത്തെ ചിത്രത്തിന്റെ കേരളത്തിലെ തിയേറ്റർ ലിസ്റ്റും അതോടൊപ്പം തന്നെ ആദ്യദിന പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടിനെ കുറിച്ച് അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ പ്രിവ്യൂ അപ്ഡേറ്റുകളൊക്കെ ലഭ്യമായിരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാമെന്ന് ഈ ഒരു അപ്ഡേറ്റുകളൊക്കെയാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളൊക്കെ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. സൗദി വെള്ളയ്ക്ക, ഓപ്പറേഷൻ ജാവ തുടങ്ങിയ ഹിറ്റ് സിനിമകൾക്ക് ശേഷം തരുൺമൂർത്തി ലാലേട്ടനെ കേന്ദ്ര കഥാപാത്രമൊക്കെ ഒരുക്കുന്ന ചിത്രമാണ് തുടരും എന്ന് പറയുന്ന സിനിമ. 15 വർഷങ്ങൾക്ക് ഇപ്പുറം ലാലേട്ടനെ ശോഭനെ ഒന്നിക്കുന്നുണ്ട്. ഷൺമുഖം എന്ന് പറയുന്ന ഒരു സാധാരണ ടാക്സി ഡ്രൈവറായിട്ടാണ് ലാലേട്ടൻ എത്തുന്നത്. ലാലേട്ടൻ്റെ വൈഫായിട്ടുള്ള, അതായത് ഷൺമുഖത്തിൻ്റെ വൈഫായിട്ടുള്ള ലളിത ഷൺമുഖം എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് ശോഭന എത്തുന്നുണ്ട്. വമ്പൻ താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. കേരളത്തിൽ ചിത്രത്തിന്റെ ആദ്യ ഷോ ആരംഭിക്കുന്നത് ഏകദേശം 10 മണിക്കാണ്. 2 മണിക്കൂറും 46 മിനിറ്റുമാണ് ചിത്രത്തിന്റെ ദൈർഘ്യം. മികച്ച ഒരു ഫാമിലി ഡ്രാമ ചിത്രമായിരിക്കും തുടരുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ലാലേട്ടനും ശോഭനയ്ക്കൊപ്പം തന്നെ മണിയമ്പിള്ള രാജു, ഇർഷാദ്, ബിനു പപ്പു, ഫർഹാൻ ഫാസിൽ, ഷിജോ അടിമാലി, തോമസ് വാദി തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തെത്തുന്ന ചിത്രം രജപുത്രയുടെ ബാനറി എം രഞ്ജിത്താണ് നിർമ്മിച്ചിരിക്കുന്നത്. ജേക്സ് ബിജോയാണ് ചിത്രത്തിന് ഈണം പകർന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രത്തിന് കേരളത്തിൽ 222 തിയേറ്ററുകളിൽ നാളെ റിലീസിനെത്തുന്നതായിരിക്കും. അതായത് ഏകദേശം ചിത്രത്തിന് 400 മുകളിൽ സ്ക്രീനുകൾ ലഭ്യമായിട്ടുണ്ട്. ഏകദേശം 1500-ഓളം ഷോകൾ ചിത്രം ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ കളിക്കുന്നതായിരിക്കും. ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പ് റിലീസിനെത്തുന്നുണ്ട്. തെലുങ്ക് പതിപ്പ് പക്ഷേ നാളത്തെ കഴിഞ്ഞായിരിക്കും റിലീസിനെത്താൻ പോകുന്നത്. ഇതിനോടൊപ്പം തന്നെ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രത്തിന് മികച്ച ഒരു ഫാമിലി ചിത്രമായിട്ട് മാറാൻ സാധിക്കും. അതായത് ലാലേട്ടൻ്റെ വിൻറ്റേജ് ലാലേട്ടനായിട്ടുള്ള പഴയ ലാലേട്ടനെ കാണാൻ സാധിക്കുന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതായത് ചിത്രത്തിന് ഡയറക്ടറായിട്ടുള്ള തരുൺമൂർത്തി അടക്കമുള്ള ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ ചിത്രത്തിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അത്ര ഗംഭീരമായിട്ടുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ്. എന്തൊക്കെയാണ് നാളെ രാവിലെ 10 മണിക്ക് ആരംഭിക്കുന്ന ചിത്രത്തിൻ്റെ ഷോ തീരുന്ന ഏകദേശം 1 മണിയോട് അടുത്താണ്. അതുകൊണ്ട് നാളെ നമുക്ക് 1 മണിക്ക് ശേഷം മാത്രമേ ചിത്രത്തിൻ്റെ ആദ്യ മുഴുനീള റിവ്യൂകൾ അറിയാൻ സാധിക്കത്തുള്ളൂ. എന്തൊക്കെയാണ് പുറത്തു വരുന്ന അപ്ഡേറ്റുകൾ പ്രകാരം നോക്കുകയാണെങ്കിൽ ചിത്രം ആദ്യ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മികച്ച വിജയം നേടാനുള്ള ഒരു മികച്ച ചിത്രം എന്നുള്ള ലേബൽ സ്വന്തമാക്കുന്നതാണ് ഇപ്പോൾ നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കുക ചിത്രത്തിൻ്റെ ആദ്യ ഷോയ്ക്കായിട്ട്. അപ്പോൾ നിങ്ങൾ എത്ര പേരാണ് നാളെ ലാലേട്ടൻ നായകനായിട്ടെത്തുന്ന എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ നിന്നായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത്? കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.